ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ നമ്മുടെ പ്രോബ്ലം സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്ന പ്രോബ്ലമാണ്. ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് റാങ്കുകളാണ്. രണ്ട് ജഡ്ജസ് കുട്ടികൾ 7 കാൻഡിഡേറ്റ്സിന് കൊടുത്തേക്കുന്ന റാങ്കുകളാണ് തന്നിരിക്കുന്നത്. ഇത് നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കണം സ്പിയർമാൻ്റെ. അപ്പോൾ റാങ്ക് തരുമ്പോൾ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഡാറ്റ തരുമ്പോൾ എങ്ങനെയാണ് കോറിലേഷൻ കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ കാണിച്ചിരുന്നു. ഇവിടെ റാങ്ക് തരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കോറിലേഷൻ കാണുന്നതെന്നാണ് നോക്കുന്നത്. വളരെ എളുപ്പമാണ്. ഇപ്പോൾ തന്നിരിക്കുന്ന കാൻഡിഡേറ്റ്സിൻ്റെ നമ്പർ എഴുതി അവർക്കിടെ റാങ്ക് ബൈ ജഡ്ജ് 1 ആൻഡ് ജഡ്ജ് 2. ഇതിനെ വിളിക്കുന്നതാണ് റാങ്ക് 1, ഇതാണ് റാങ്ക് 2. തന്നിരിക്കുന്ന റാങ്കുകളാണ്. വളരെ എളുപ്പമാണ്. ഡി എന്ന് പറയുന്നത് ഡിഫറൻസ് ആണ്. അപ്പോൾ ഡിഫറൻസ് കാണുക. 5 - 6 R1 - R2 5 - 6 -1. ബാക്കിയുള്ളത് ചെയ്യുന്നു. നമ്മൾ എല്ലാത്തിനെയും ഡിഫറൻസ് കണ്ടു. ഇനി നമ്മൾ കാണേണ്ടത് ഡി സ്ക്വയർ ആണ്. ഈ തന്നേക്കുന്ന കിട്ടിയിരിക്കുന്ന വാല്യൂസിനെ പോസിറ്റീവ് ആക്കാൻ ഇതിൻ്റെ സ്ക്വയർ കാണാം. അപ്പോൾ 1 സ്ക്വയർ ഇസ് 1. ബാക്കിയുള്ളത് കാണുകയാണ്. ഫൈനലി നമുക്ക് ഈ ഒരു കോളത്തിൻ്റെ ടോട്ടൽ കാണണം, അതായത് സിഗ്മ ഡി സ്ക്വയർ കാണണം. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 40 എന്ന് പറയുന്ന നമ്പറാണ്. അതിനുശേഷം നമ്മളുടെ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ ഫോർമുല നമ്മൾക്കറിയാം. 1 - 6 സിഗ്മ ഡി സ്ക്വയർ ബൈ n³ - n. സിഗ്മ ഡി സ്ക്വയറിൻ്റെ വാല്യൂ 40 എന്ന് ലഭിച്ചു. എന്നിൻ്റെ വാല്യൂ 7 ആണെന്ന് നമ്മൾ എണ്ണി കണ്ടുപിടിച്ചു. ഇത് 7 എണ്ണം ഉണ്ട്. 1 2 3 4 5 6 7. ഇനി ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. 1 - 6 × 40 ബൈ 7³ - 7 സോൾവ് ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂ 0.286 എന്നാണ്, വിച്ച് ഇസ് വീക്ക് പോസിറ്റീവ് കോറിലേഷൻ. താങ്ക് യു വെരി മച്ച്.